സഞ്ജീവ് ഭട്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെഞ്ചിൽ ഭരണകൂടം തറച്ച അവസാനത്തെ ആണിയാണ് ഈ മനുഷ്യൻ. ഇന്ന് 2025 സെപ്റ്റംബറിൽ അദ്ദേഹം ഇരുമ്പടിക്കുള്ളിലെ ഇരുട്ടറയിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ട് 2555 ദിവസങ്ങൾ പിന്നിടുന്നു. അതായത് 7 വർഷം. ഇത് വെറും ഒരു കണക്കല്ല, മറിച്ച് നാ കഹൂങ്ക നാ ഖാനേ ദുങ്ക, ഞാൻ തിന്നുകയുമില്ല തീറ്റിക്കുകയുമില്ല എന്ന് വീമ്പിളക്കി അധികാരത്തിലേറിയവരുടെ പ്രതികാരത്തിന്റെ കനലാണ്. ഗുജറാത്ത് വംശഹത്യയിൽ അന്നത്തെ മുഖ്യമന്ത്രിയുടെ പങ്ക് ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങളുടെ ചോര പുരണ്ട അധ്യായം. ഭട്ടിന്റെ കാര്യത്തിൽ നീതിയെ കൊന്നതിനു ശേഷം അതിന്റെ ശവക്കുഴി തോണ്ടുകയാണ് മോദിയുടെ ഭരണകൂടം. എന്തായിരുന്നു സഞ്ജീവ് ഭട്ട് ചെയ്ത മഹാപാപം? നിയമവാഴ്ചയുടെ കാവലാളാകേണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ നട്ടലും ആശയവും ആമാശയത്തിന് വേണ്ടി പണയം വെച്ചില്ല എന്നതാണ്. 2002 ഗുജറാത്ത് കത്തിയെറിയുമ്പോൾ രാജധർമ്മം പാലിക്കാൻ ഓർമ്മിപ്പിച്ചതിന് ഹിന്ദുക്കളുടെ രോഷം ആളിക്കത്തട്ടെ, അവരെ തടയരുത് എന്ന് തന്റെ കൺമുന്നിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞുവെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ് ഭട്ട് ചെയ്ത ഒരേ ഒരു തെറ്റ്. ആ നിമിഷം അദ്ദേഹം മോദിയുടെയും സംഘപരിവാറിന്റെയും ഹിറ്റ് ലിസ്റ്റിലെ 1-ാം നമ്പറുകാരനായി. അവിടെ തുടങ്ങി നിയമത്തെയും നീതിയെയും ബലാത്സംഗം ചെയ്തുകൊണ്ടുള്ള രാക്ഷസീയമായ വേട്ടയാടൽ. ഭട്ടിനെ പൂട്ടാൻ പുതിയ കേസുകൾ കിട്ടാതെ പോയപ്പോൾ ഭരണകൂടത്തിന്റെ വേട്ടനായ്ക്കൾ ചരിത്രത്തിന്റെ ചവറ്റുകുട്ട ചികഞ്ഞു. അവിടെ നിന്ന് പൊടി തട്ടിയെടുത്തു. 30 വർഷം പഴക്കമുള്ള ഒരു കസ്റ്റഡി മരണക്കേസ്. ഭട്ട് നേരിട്ട് മർദ്ദിച്ചു എന്ന് ഒരു തെളിവുമില്ലാത്ത കേസിൽ മിന്നൽ വേഗത്തിൽ വിചാരണ, പിന്നീട് ഒരു ജീവപര്യന്തം ശിക്ഷ. നിയമപുസ്തകങ്ങളെ നോക്കി അട്ടഹസിക്കുന്ന ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ഏറ്റവും വൃത്തികെട്ട മുഖമായിരുന്നു അത്. പോരാത്തതിന് 27 കൊല്ലം പഴക്കമുള്ള മറ്റൊരു മയക്കുമരുന്ന് കേസും കുത്തിപ്പൊക്കി. അതിലും 20 വർഷം തടവ്. ഒരേ സമയം 2 ജീവപര്യന്തം. അതായത് ഭട്ടിനി പുറം ലോകം കാണരുതെന്ന് തീരുമാനിച്ചുറപ്പിച്ച ഒരു ഭരണകൂടം. ഇതാണ് മോദിയുടെ പുതിയ ഇന്ത്യയിലെ വാഷിംഗ് മെഷീൻ നീതി. ബലാത്സംഗ കേസിലെ പ്രതികളും കൊലക്കേസിലെ പ്രതികളും 1000 കോടി വെട്ടിച്ചുവരും താമര ചിഹ്നത്തിൽ അഭയം തേടുമ്പോൾ പുണ്യാളന്മാരാകുന്നു. അവർക്കെതിരായ കേസുകൾ CBIയും EDയും ഫ്രീസറിൽ വെച്ച് പൂട്ടുന്നു. എന്നാൽ സത്യം പറഞ്ഞ സഞ്ജീവ് ഭട്ടിന് ജാമ്യം നിഷേധിക്കാൻ സുപ്രീം കോടതി വരെ മത്സരിക്കുന്ന മോദി ഭരണകൂടം. ഒരേ കുറ്റത്തിന് സമാനമായ മറ്റൊരു കേസിൽ ഭട്ടിനെ കുറ്റവിമുക്തരാക്കിയ അതേ കോടതികൾ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസിൽ അദ്ദേഹത്തെ ജീവപര്യന്തം ശിക്ഷിക്കുന്നു. ഇത് നിയമവാഴ്ചയല്ല, നിയമം ഉപയോഗിച്ചുള്ള ഭീകരവാഴ്ചയാണ്. ഈ ഇരുണ്ട കാലത്തും ഒരു സ്ത്രീയുടെ ശബ്ദം തളരാതെ ജ്വലിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് ശ്വേതാ ഭട്ടിന്റേതാണ്. എന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, സത്യം പറഞ്ഞതിന് ഭരണകൂടം അദ്ദേഹത്തെ തടവിലിട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അവർ ലോകത്തോട് അലറി വിളിച്ചത്. അതൊരു ഭാര്യയുടെ നിലവിളിയല്ല, മറിച്ച് മൗനം പാലിക്കുന്ന 140 കോടി ജനങ്ങളോടുമുള്ള ചോദ്യമാണ്. രാജ്കോട്ട് ജയിലിലെ ആ ഇരുട്ടറയിൽ കഴിയുന്നത് സഞ്ജീവ് ഭട്ട് മാത്രമല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആത്മാവ് കൂടിയാണ്. അധികാരത്തിന്റെ അഹങ്കാരത്തോട് നോ എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഓരോ ഇന്ത്യക്കാരനുമുള്ള ഭീഷണിയാണ് ഭട്ടിന്റെ 2555 ദിവസത്തെ തടവറ. ഇന്ന് അദ്ദേഹമാണെങ്കിൽ നാളെ അത് നിങ്ങളാകാം. ചോദ്യം ചോദിക്കുന്ന, വിമർശിക്കുന്ന, നട്ടല് നിവർത്തി നിൽക്കുന്ന ആരുമാകാം. കാരണം സഞ്ജീവ് ഭട്ടിന്റെ കഥ ഒരു വ്യക്തിയുടെ ദുരന്തമല്ല, ഒരു രാജ്യം ഫാസിസത്തിലേക്ക് നടന്നു നീങ്ങുന്നതിന്റെ സൈറൺ മുഴക്കമാണ്.